ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളിൽ പലർക്കും സംഭവിച്ചിട്ടുണ്ടാകും, മണിക്കൂറുകളോളം ചാർട്ടുകൾ നോക്കി ട്രേഡിങ്ങിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു. ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടുകൾ പഠിച്ചു, പ്രൈസ് ആക്ഷൻസ് പഠിച്ചു, ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തു, സ്മാർട്ട് മണി കൺസെപ്റ്റ് യൂസ് ചെയ്തു. എന്നിട്ടും കൃത്യമായി ട്രേഡുകൾ എടുത്തിട്ട് പോലും അവസാനം പരാജയപ്പെടുന്നത്. അത് എപ്പോഴും നിങ്ങളുടെ കഴിവിൻ്റെ പ്രശ്നമല്ല. പലപ്പോഴും ഈ ഒരു ട്രേഡിങ്ങിൽ നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി നമ്മുടെ മനസ്സാണ്. ട്രേഡിങ്ങിൽ നമ്മൾ അറിയാതെ വരുത്തുന്ന ചില തെറ്റുകളുണ്ട്. ആ ഒരു തെറ്റുകളെ പറ്റി, എസ്പെഷ്യലി ഞാൻ ചെയ്ത തെറ്റുകളെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ സ്റ്റാർട്ട് ചെയ്യാം. ഓവർ കോൺഫിഡൻസ്, അമിത ആത്മവിശ്വാസം. ഇത് ഞാൻ ഫുൾ ടൈം ട്രേഡിങ്ങിലോട്ട് വരുന്നതിന് മുൻപ് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ തന്നിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു പ്രശ്നം, ഓവർ കോൺഫിഡൻസ്. നമ്മളൊരു ട്രേഡ് എടുത്ത് കഴിഞ്ഞിട്ട് പ്രോഫിറ്റിലോട്ട് വരുന്ന സമയത്ത് അമിത ആത്മവിശ്വാസം ഉണ്ടാകുകയും അത് പിന്നീട് ഓവർ ട്രേഡിങ്ങിലോട്ടും ഓവർ ലോട്ട് സൈസ് എടുത്ത് ട്രേഡുകൾ എടുക്കാനും വലിയ ക്യാപിറ്റൽ ഇട്ട് വലിയ ക്വാണ്ടിറ്റിയിൽ ട്രേഡ് എടുക്കാനും ഈഗോ ബേസ്ഡ് ട്രേഡ് എടുക്കാനൊക്കെ കാരണമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു ഓവർ കോൺഫിഡൻസ്. സോ ആത്മവിശ്വാസം, കോൺഫിഡൻസ് ഒരു ട്രേഡർക്ക് അത്യാവശ്യമാണ്. അത് ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും ഭയമില്ലാതെ മുൻപോട്ട് പോകാനൊക്കെ സഹായിക്കും. പക്ഷേ ഓവർ കോൺഫിഡൻസ് ലൈക്ക് ഒരു പോയിസൺ പോലെയാണ്. ഇത് നമ്മളുടെ മൈൻഡിനെ, നമ്മുടെ ബ്രെയിനിനെ കൺട്രോൾ ചെയ്ത് ഒരു അനാവശ്യമായിട്ടുള്ള ട്രേഡുകളും ചെറിയ നഷ്ടങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മളെ അനുവദിക്കാതെ അത് ഓവർ ട്രേഡിനോട്ടും റിവഞ്ച് ട്രേഡിലോട്ടൊക്കെ കൊണ്ടുപോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. സോ നിങ്ങൾക്ക് ഓവർ കോൺഫിഡൻസ് വരുന്ന സമയങ്ങളിൽ നിങ്ങളത് മനസ്സിലാക്കുക. നിങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങൾ ചാർട്ടുകൾ വാച്ച് ചെയ്യാതെ മാറി നിൽക്കുക. ഞാൻ ചെയ്തൊരു കാര്യമാണ്. ഒരു ഓവർ കോൺഫിഡൻസ്, ഒരു ട്രേഡ് ഒരു ദിവസം പ്രോഫിറ്റ് കിട്ടി അല്ലെങ്കിൽ 2 ദിവസം പ്രോഫിറ്റ് കണ്ടിന്യൂസ്ലി വരുന്ന സമയത്ത് ഞാൻ പിന്നീട് അധികം ചാർട്ടിൽ സ്പെൻഡ് ചെയ്യാതെ, ഓവർ അനാലിസിസ് ചെയ്യാതെ വളരെ കാമായിട്ട് നിൽക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. പ്രത്യേകിച്ച് ഞാൻ അധികം ചാർട്ടുകൾ നോക്കില്ല. ഈവൻ ആഫ്റ്റർ മാർക്കറ്റ് അവേഴ്സ് ആണെങ്കിലും ഞാൻ ചാർട്ടുകൾ നോക്കാതെ ഞാൻ നിൽക്കും. നെക്സ്റ്റ് ഡേ ഒരു പുതിയൊരു ദിവസം എന്ന രീതിയിൽ നിർത്തുമ്പോൾ ഞാൻ മാർക്കറ്റിനെ സമീപിക്കാറുള്ളൂ. പഴയ റിസൾട്ട്, അത് പ്രോഫിറ്റ് ആണെങ്കിലും ശരി, ലോസ് ആണെങ്കിലും ശരി, അതെൻ്റെ മൈൻഡിലോട്ട് കൊണ്ടുവരാതെ പുതിയൊരു ഫ്രഷ് ഡേ എന്ന രീതിയിൽ മാത്രമേ ഞാൻ സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ. രണ്ടാമത്തത് നോട്ട് ഫോളോവിങ് സ്റ്റോപ്പ് ലോസ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ പഠിച്ച് ഫുൾ ടൈം ട്രേഡിങ്ങിലോട്ട് വരുന്നതിന് മുൻപ് ഞാൻ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. അതായത് കറക്റ്റായിട്ട് സ്റ്റോപ്പ് ലോസ് ഫോളോ ചെയ്യില്ല. സ്റ്റോപ്പ് ലോസ് ആദ്യം ഒന്ന് സെറ്റ് ചെയ്യും, പിന്നീട് ആ ഒരു മാർക്കറ്റ് എൻ്റെ സ്റ്റോപ്പ് ലോസിൻ്റെ കൊണ്ട് അടുത്ത് വരുന്ന സമയത്ത് സ്റ്റോപ്പ് ലോസ് ഒന്ന് മോഡിഫൈ ചെയ്ത് വീണ്ടും താഴോട്ട് കൊണ്ടുവെക്കും. അങ്ങനെ കറക്റ്റായിട്ട് സ്റ്റോപ്പ് ലോസിനെ റെസ്പെക്റ്റ് ചെയ്യാതെ, അതായത് നമുക്ക് യാതൊരു എക്സിറ്റ് പ്ലാനുകളും ഇല്ലാതെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൺസിസ്റ്റൻ്റ് പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ എപ്പോഴും ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. വളരെ സ്ട്രിക്ട്ലി, നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ, ആദ്യത്തെ ഒരു 1-2 വർഷം ആണ് എക്സ്പീരിയൻസ് നിങ്ങൾക്കുള്ളെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ സ്റ്റോപ്പ് ലോസ് കറക്റ്റായിട്ട് സിസ്റ്റം ഫോളോ ചെയ്തിട്ട് മാത്രം ട്രേഡുകൾ കൺസിഡർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. ഇനി മൂന്നാമത്തേത് ചേഞ്ചിങ് സിസ്റ്റം ടു ഓഫൺ. എപ്പോഴും നമ്മുടെ ട്രേഡിംഗ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ട്രേഡിംഗ് സിസ്റ്റം മാറ്റിക്കൊണ്ടിരിക്കുക. ഇത് ഇന്നത്തെ ഒരു ദിവസം ചിലപ്പം പ്രൈസ് ആക്ഷൻ യൂസ് ചെയ്ത് ട്രേഡ് എടുക്കും. അതിൽ നഷ്ടം വരുന്ന സമയത്ത് ഒരു സെൽഫ് ഡൗട്ട് അടിക്കും, ഇനി ഇത് വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് ഡേ സ്റ്റൊക്കാസ്റ്റിക്കോ സൂപ്പർ ട്രെൻഡോ RSI യൂസ് ചെയ്തൊരു ട്രേഡ് എടുക്കും. അതിനുശേഷം നെക്സ്റ്റ് ഡേ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഏതെങ്കിലും ഒരു സെറ്റപ്പ് യൂസ് ചെയ്ത് ട്രേഡ് എടുക്കും. പിന്നീട് വീണ്ടും തിരിച്ച് പ്രൈസ് ആക്ഷനിലോട്ട് വരും. ഇങ്ങനെ ഒരു സൈക്കിൾ പോലെ തിരിച്ച് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. നമ്മൾ പലപ്പോഴും ഓരോ ദിവസവും നമ്മുടെ സിസ്റ്റം മാറ്റിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു സ്ഥിരത ഉണ്ടാകില്ല. നമ്മൾ എന്താണ് ചെയ്യുന്നത് ഒരു ഐഡിയ ഉണ്ടാകില്ല. നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യും, ആൻഡ് അറ്റ് ദ സെയിം ടൈമിൽ നമുക്ക് ഒരു എഡ്ജ് നമുക്ക് അവിടെ ഉണ്ടാകില്ല. ഇത് ഞാൻ എൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ബിഗിനിങ് സ്റ്റേജിൽ ഞാൻ ചെയ്തൊരു മിസ്റ്റേക്കാണ്. പിന്നീട് ഒരു സിസ്റ്റം മാത്രം യൂസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ പ്രോഫിറ്റബിളോടെ എത്തിയത്. ഓക്കെ, അപ്പോൾ നിങ്ങളും ഈ കാര്യം നിങ്ങൾ ശ്രമിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ഒരു സിസ്റ്റം മാത്രം ഫോളോ ചെയ്യുന്ന സമയത്ത്, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് സിസ്റ്റം ആയിക്കോട്ടെ, ഫോളോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കതിൽ മാസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്കത് ആ ഒരു സിസ്റ്റത്തിനെ അടുത്തറിയാൻ വേണ്ടി പറ്റും. അതിൻ്റെ മിസ്റ്റേക്കുകൾ എന്താണ്, അത് ഏത് സിറ്റുവേഷനിലാണ് മാർക്കറ്റ് കൂടുതൽ വർക്ക് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. റൈറ്റ്. ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് സിസ്റ്റം കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്യുന്ന സമയത്ത് ആ ഒരു സിസ്റ്റത്തിലുണ്ടാകുന്ന മൈന്യൂട്ടായിട്ടുള്ള എറേഴ്സ് അത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് കുറച്ചുകൂടി റെക്ടിഫൈ ചെയ്ത് നല്ല സിസ്റ്റം ആക്കാൻ വേണ്ടി നമുക്ക് പറ്റും. പിന്നെ നമ്മുടെ ടോട്ടൽ അനാലിസിസ് ചെയ്യാൻ വേണ്ടി പറ്റും. ടോട്ടൽ ഓവറോൾ എങ്ങനെയാണ് എൻ്റെ അക്യുറസി, എനിക്ക് ട്രേഡുകൾ എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഡെഫിനറ്റ്ലി ഒരു മെൻ്റൽ സ്റ്റേബിൾ അവിടെ ഉണ്ടാവും. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യാതിരിക്കുക. ചേഞ്ചിങ് സിസ്റ്റം ടു ഓഫൺ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സിസ്റ്റം, അത് നിങ്ങൾ ഒരു ആവറേജ് സിസ്റ്റം പോലും എബോവ് ആവറേജ് റിസൾട്ട് തരുന്നതാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ പറയുന്നത്, കറക്റ്റായിട്ട് ഡിസിപ്ലിനോടെ ചെയ്യുവാണെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സിസ്റ്റം മാത്രം ഫോളോ ചെയ്യുക, അതിൽ നിന്ന് മാസ്റ്റർ ചെയ്യാൻ വേണ്ടി നോക്കുക. എപ്പോഴും ഇങ്ങനെ മാറ്റിക്കൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല. ഓക്കെ,
ഇനി എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മാർക്കറ്റിൽ അത്യാവശ്യം നോളജ് ഉണ്ട്, ടെക്നിക്കൽ അനാലിസിസിനെ പറ്റിയും അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോളജ് ഉണ്ട്. സ്റ്റിൽ നിങ്ങൾ നഷ്ടങ്ങൾ വരുത്തുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും മാർക്കറ്റിനെ ബ്ലെയിം ചെയ്യാതിരിക്കുക. നിങ്ങളെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ചെയ്ത മിസ്റ്റേക്കുകൾ അനലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാനിവിടെ എൻ്റെ ഒരു 3 മിസ്റ്റേക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ റെക്ടിഫൈ ചെയ്തതിന് ശേഷമാണ് ഞാൻ പ്രോഫിറ്റബിൾ ആയിട്ടുള്ളത്. അതുപോലെ നിങ്ങളുടെ മിസ്റ്റേക്കുകൾ കണ്ടുപിടിച്ച് അതിൻ്റെ സൊല്യൂഷൻ, അതിനൊരു ഫിക്സ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആകാൻ വേണ്ടി പറ്റും. ഷുവർ.